ഹായ്, ഇന്നത്തെ ക്ലാസ് വരുന്ന ഈ സൈഡിൽ കൊടുത്ത ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഡിസൈന് ഒരു മൂലഭാഗം ഇങ്ങനെ വി ടൈപ്പ് അല്ലേ, ആ വി ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നടുവിൽ കൂടി ഒരു ലൈൻ കൊടുക്കുക. ലൈൻ അല്ലെങ്കിൽ ഡോട്ട്സ് കൊടുക്കുക. എന്നിട്ട് വി ടൈപ്പുമായിട്ട് ലൈൻസ് വരക്കുക. ഒരു 4 ലൈൻസ് ആദ്യം വരച്ചിട്ട് നടുവിലത്തെ ലൈൻസ് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. നടുവിലത്തെ 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കണം. അത് പറഞ്ഞാൽ 4 ലൈൻസ് വരച്ച് നടുവിലത്തെ ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബോർഡറുകൾ കുറേ ടൈപ്പ് ഉണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞു തരേണ്ട ഇൻഷാ അല്ലാ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു വി ടൈപ്പ് ബോർഡറാണ് നമ്മൾ ഈ ഒരു ഡിസൈനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 4 ലൈൻസ് വരക്കുക, എന്നിട്ട് നടുവിലത്തെ ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അപ്സ് വരക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിൽസ് വരക്കാം. ഫ്രിൽസ് ഞാൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കാരണം ഫ്രിൽസ് എന്ന് പറയുമ്പോൾ അത് ഫ്രിൽസ് ആയിട്ടാണ് എനിക്ക് വരെ കേൾക്കണത് രണ്ടാമത് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഞാൻ ഫ്രിൽസ് പ്രത്യേകം അവിടെ എഴുതി കാണിച്ച്. അപ്പം ഫ്രിൽസ് വരക്കുക, എന്നിട്ട് നമ്മൾ അപ്സ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വലിയ അപ്സ് കൊടുക്കുക. ഇതൊരു ഫ്ലവറായിപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചെറിയ അപ്സ് വരച്ചില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, പെറ്റൽസൊക്കെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് ആയാലും ചെയ്താൽ മതി. ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് വരക്കണ ലീഫും ഈ ഫ്ലവറിൻ്റെ ഒരു പകുതി ഭാഗം കൊണ്ട് വരക്കണുണ്ട്. ഇങ്ങനെ പകുതി ഭാഗം വരക്കുമ്പോൾ ശ്രദ്ധിക്കണത്, ഫ്രിൽസ് വരക്കുമ്പോൾ പകുതിയായിട്ട് വരക്കണം. ഇത് ലാസ്റ്റ് വരച്ചതിന് ശേഷം ഒന്ന് ലാസ്റ്റ് നമ്മളെ പെറ്റൽസിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ല് ചെയ്യല്ല, തിക്ക് ചെയ്യാം കേട്ടോ. ഒരു സൈഡ് ഭാഗമൊക്കെ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ലീഫ് കൊടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് സ്പീഡിലുണ്ട് വീഡിയോ എടുത്ത്. കാരണം 40-45 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ബ്രൈഡൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 20 മിനിറ്റ് കൊണ്ടൊന്നും വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നല്ല നേരം പിടിച്ചിട്ടാണ് ബ്രൈഡൽ ഡിസൈൻ ചെയ്യുക. അതിന് കുറേ നേരം പിടിച്ചിട്ട് ഞാൻ ഈ ഡിസൈൻ തന്നെ വരച്ച് തീർത്തത്. ചിലർക്ക് 1/2 മണിക്കൂർ പിടിക്കും, ചിലർക്ക് 1 മണിക്കൂർ പിടിക്കും. ടൈം പിടിക്കും കേട്ടോ നമുക്ക് മെഹന്തി ഇടാൻ. പെട്ടെന്നൊന്നും ഒരാൾക്ക് മെഹന്തി ഇട്ടത് എണീക്കാൻ പറ്റൂല. ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യാൻ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ലൈനും കൂടിയും വരച്ച് അപ്സ് കൊടുക്കുക. അതാണ് അപ്സ് കൊടുത്തിട്ട് വലിയ അപ്സ് കൊടുക്കുക. വരക്കാൻ പോണത് ഫ്രിൽസ് ഉണ്ടാ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിലും ഇതൊന്നും വരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിലും എൻ്റെ ഈ ക്ലാസ്സിൻ്റെ അടിയിലേക്ക് വേറെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ വരക്കാനുള്ള ഇത് കിട്ടും കേട്ടോ. ഒരു പിടുത്തം കിട്ടും, ഇങ്ങനെയാണ് വരക്കേണ്ടതെന്നൊക്കെ. അപ്പം നമുക്കിനി ഫ്രിൽസ് കൊടുത്തതിന് ശേഷം രണ്ട് ലൈൻ വരക്കാം. എന്നിട്ട് അപ്സ് കൊടുക്കാം കേട്ടോ. അപ്സ് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ആ അപ്സ് കൊടുക്കണതിൻ്റെ എത്ര വലിയ അപ്സാണോ വരക്കണത് അതിനനുസരിച്ച് ചെറിയ ചെറിയൊരു വര അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അടിഭാഗത്തായിട്ട് അപ്സ് കൊടുക്കണമെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് അപ്സ് ഒരേ ലെവലിന് വരും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ഇവരുടെ നെഗറ്റീവ് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വി ടൈപ്പിൽ തന്നെ വരണമല്ലോ, അപ്പോഴല്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ലൈൻ അവിടെ നിന്ന് കൊടുക്കുക. വല്ലാണ്ട് ഓവറായി ഇങ്ങനെ കട്ടിക്ക് വരരുത് ലൈന്, ചെറിയൊരു ഇതിൽ അത് മായ്ച്ച് കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു വി പോലെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണത് ഒരു ഫ്ലവർ ഉണ്ട്. ആദ്യം വരച്ചെടുക്കണത് ആദ്യം ഒരു സർക്കിൾ രൂപത്തിൽ ഡോട്ട്സ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും സർക്കിൾ വരച്ച്
അപ്സ് വരക്കുക. എന്നിട്ട് വലിയ അപ്സ് കൊടുത്ത് ഒരു ഫ്ലവർ വരക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പിൽ തന്നെ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ കൊടുക്കാൻ പോകണം നമ്മൾ അടുത്ത ക്ലാസ്സില്ലേ, ആദ്യത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഡിസൈനിലുണ്ടായിരുന്ന ആ ഒരു ഇതില്ലേ, ആ ഒരു ഇതിനിട്ട് നമ്മൾ കൊടുക്കണം. ആ ഒരു പാറ്റേൺ ഇതിൽ നമ്മൾ ചെറിയ കുഞ്ഞി സർക്കിളും ലീഫും ഈ ഒരു ഫ്ലവറും ഉണ്ടാ നെഗറ്റീവ് ഡിസൈനായിട്ട് കൊടുക്കണത്. നമ്മൾ ആ ഡിസൈനുകളൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വരച്ചതിന് ശേഷം ഇതാദ്യം എന്താ പറയുക, ഈ ഫ്ലവറും ആ ലീഫും ആ ഒരു പാറ്റേണും ആ ചെറിയ കുഞ്ഞി സർക്കിളും ഒക്കെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ്. ഓക്കെ. ഫോർ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നടുവീത്തെ 2 ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലൈനും കൂടിയും വരച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്സ് നല്ല ഭംഗിക്ക് വരാൻ വേണ്ടിയിട്ട് അടിയിൽ ചെറിയ ഡോട്ട്സാ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ട് അപ്സ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കർവ് വരക്കുക. കർവിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈന് ഇതിനൊക്കെ നമ്മൾ ഫില്ലിങ് ഡിസൈൻ എന്നൊക്കെ പറയാം കേട്ടോ. നമുക്കിങ്ങനെ കർവിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പോകുന്ന ഡിസൈൻ നമ്മൾ ഗ്രിഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഗ്രിഡ്സ് വരക്കാൻ ആദ്യം ചെയ്യേണ്ടത് ചെക്ക് പാറ്റേൺ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എല്ലാ ചെക്കിൻ്റെ ഉള്ളിലും ഞാനിപ്പോൾ ഇട്ട പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഡോട്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അവിടെ. ഇങ്ങനെയാണ് ഇട്ട് വരാം. അപ്പം നമ്മൾ അതിലും ഇതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഡിസൈൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞ ഒരു ബ്രൈഡലിൻ്റെ ആ ഒരു ഡിസൈനില്ലേ, ആ ഡിസൈനിലും ഇതേപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ. ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമ്പോൾ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും വലിക്കും ഒന്ന് ഇങ്ങോട്ടും വലിക്കും. അപ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു കർവ് തിക്ക് ചെയ്ത് കൊടുക്കുക. അത് തിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ലൈൻ വരച്ച് അപ്സ് കൊടുക്കുക. അപ്സ് നല്ല ഇതിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടാണ് വരച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ഇപ്പോൾ കയ്യും ഇടണമെന്നായിരിക്കും. ഇപ്പോൾ ബ്രൈഡൽ വർക്കിന് പോയിന്നായിരിക്കും. അപ്പോൾ കയ്യും ഇടുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കയ്യും ഇടുമ്പോൾ ഇപ്പുറത്തേക്ക് വരരുത്. ആ ഡിസൈന് നമ്മളെ ഇപ്പം നമ്മൾ ബാക്കിലാണ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാക്ക് ഭാഗത്ത് മാത്രം ഡിസൈൻ വരുത്താൻ നോക്കുക. ആ ഡിസൈന് ഫ്രണ്ട് ഭാഗത്ത് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ ഫ്രണ്ടിലിടുന്ന ഡിസൈന് ബാക്കിലേക്കും വരാൻ പാടില്ല. അതിനൊരു അടുക്കണ ഒരു ഇതുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് വരക്കണ ഒരു കാര്യങ്ങളുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈന് നല്ല രീതിക്ക് വരക്കാൻ പറ്റും. നല്ല എന്താ പറയുക, ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഒരു ടൈപ്പല്ലേ നമുക്ക് ഡിസൈൻ വന്നത്, ഫസ്റ്റ് തന്നെ ബോർഡർ വരുന്നത്. അപ്പോൾ അതുപോലൊക്കെ ചെയ്ത് വരക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലിടുന്ന ഡിസൈനിൻ്റെ പകുതി ബാക്കിലേക്കും പോകില്ല, ബാക്കിലിടുന്ന ഡിസൈനിൻ്റെ പകുതി ഫ്രണ്ടിലേക്കും വരക്കേണ്ട ഒരു സ്ഥിതി വരില്ല നമുക്ക് ഏതൊരു ഡിസൈന് നമ്മളെ കൈമേൽ വരക്കുമ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈന് നമ്മൾ നെഗറ്റീവ് ഫില്ലിങ്സ് കൊടുക്കണ പാറ്റേൺസ് ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ലീഫും ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു ലൈന് കുറച്ചും കൂടി കയറ്റിയിട്ട് ഒരു 4 ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിൽ തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രിൽസ് വരച്ചിട്ട് അപ്സ് വരച്ച് കൊടുക്കുക. ആ ഒരു ഡിസൈൻ ഉണ്ട് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ 4 ലൈനിലിട്ട വരച്ച ഒരു ലൈനും കൂടി കൂട്ടി വരച്ച് 4 ലൈൻ വരച്ചതിന് ശേഷം ഒരു ലൈൻ കൂട്ടി വരച്ച് ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്ത് ഫ്രിൽസ് വരച്ച് അപ്സ് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നത്. ഫ്രിൽസ് ഇട്ടാ ഫ്രിൽസ് അല്ല ഫ്രിൽസ്. ഫ്രിൽസിന് നമ്മൾ സ്വേൾസ് എന്നും പറയും, പലരും പല രീതിയിലും പറയാം. പിന്നെ ജിലേബി ഡിസൈൻ എന്നും പറയും കേട്ടോ. ലൈൻ വരച്ച് കൊടുത്ത് അപ്സ് കൊടുത്തിട്ട് ചെക്ക് പാറ്റേൺ കൊടുക്കണം. നമ്മൾ ഈ ഡിസൈൻ നമ്മൾ നോക്കിയിട്ടുള്ള ഡിസൈനിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രിഡ്സ് ഡിസൈൻ അല്ല കൊടുത്തിട്ടുള്ള, വേറൊരു മോഡൽ ഗ്രിഡ്സാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഗ്രിഡ്സ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു ഗ്രിഡ്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു പോർഷനിൽ നമുക്കിപ്പോൾ ഞാൻ ചെയ്തൊരു ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മാറ്റി ഡിസൈന് നമുക്ക് തന്നെ നമ്മളേതായ രീതിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡിസൈനുകൾ. എന്നിട്ട് നമുക്കിനി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സൈഡിലേക്ക് ലൈൻസ് കൊടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തും ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രിഡ്സ് ഡിസൈൻ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫില്ലിങ്സാണ് നമ്മൾ കൂടുതലും ബ്രൈഡൽ വർക്കിന് യൂസ് ചെയ്യുക. ഫില്ലിങ്സ് ആയിട്ടുള്ള ഡിസൈനുകൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രൂമിനെ വരക്കും, ബ്രൈഡിനെ വരക്കും, അങ്ങനത്തെ ഒക്കെ ഡിസൈനാണ് നമ്മൾ കൂടുതലും ഈ ബ്രൈഡൽ വർക്കിന് യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു 3 ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ഉള്ളിൽ കൂടി ഒരു ലൈൻ വരച്ച്, സത്യം പറഞ്ഞാൽ ഒരു 4 ലൈൻ അങ്ങനെ സൈഡിൽ കൂടി വരച്ചതിന് ശേഷം ഞാനിപ്പോൾ വരച്ചപ്പോൾ അങ്ങനെ വരച്ചെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്രിഡ്സ് വരക്കാൻ വേണ്ടിയിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഞാൻ യൂട്യൂബിൽ മാത്രമല്ല ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കൂടി. അപ്പോൾ വാട്സപ്പിൽ എടുത്തത് നോട്ട്സ് എനിക്ക് അയക്കണവരോട് പറയാനുള്ളതാണ് കേട്ടോ. നോട്ട്സ് അയക്കുമ്പോൾ ഇതൊരു വലിയ ചെറിയൊരു ഷീറ്റിൽ ഇത് വരക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യുക, 2 ഷീറ്റ് കൂട്ടി ഒട്ടിച്ചതിന് ശേഷം കൈ വരച്ചിട്ട് അതുമേലെ ഡിസൈൻ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെക്ക് പാറ്റേണിൽ കൊടുക്കുന്നത് അപ്സാണ്. അപ്സ് വരച്ച് കൊടുക്കുക. അങ്ങോട്ടും വരക്കുക ഇങ്ങോട്ടും വരക്കുക. അങ്ങനെ ഫുള്ളും വരച്ച് കൊടുത്തിട്ട് ഒരു ലീഫ് പാറ്റേണാണ് നമ്മൾ ഈ ഒരു മൂലഭാഗത്തായിട്ട് ലീഫ് കൊടുക്കുക. ഇപ്പോൾ കാണിച്ചു തരേണ്ടത് ഞാൻ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കുറേ നേരം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എൻ്റെ ഒച്ച മാറുന്നുണ്ട്. ഇങ്ങനെ വരച്ചതിന് ശേഷം ആ ഒരു മൂലഭാഗത്തായിട്ട് നമുക്ക് 3 ലീഫ് വരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലീഫ് വരക്കാൻ പറ്റുന്നില്ല, ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രീ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അതും വേണ്ട, നടുഭാഗത്ത് പോർഷൻ ഇങ്ങനെ വെറുതെ എടുക്കല്ലേ, ആ ഒരു പോർഷനിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രിൽസ് വരച്ച് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. ആ ഒരു നമുക്ക് നമ്മളേതായ രീതിക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. നല്ല രീതിക്ക് വരക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ വരച്ച് പഠിക്കുക. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിചാരം കൊണ്ടുവരാം. ഇതൊന്നും എനിക്ക് വരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇട്ട് പോകുമ്പോൾ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. ഡിസൈനിൽ ഇനി ഈ ഒരു ലൈനും വലിയ ഞാൻ അപ്സ് കൊടുത്തിട്ട് ഇപ്പുറത്ത് ഫില്ല് ചെയ്യണ്ടേ, ഇപ്പുറത്ത് മാത്രം ഫില്ല് ചെയ്താൽ പോരല്ലോ, ഇപ്പുറത്ത് വെറുതെ ഒഴിഞ്ഞെടുക്കുകയാണ്.
ഇപ്പത്തെ എന്ത് ചെയ്യുക, ഒരു 3 ലൈൻസ് കൊടുത്തിട്ട് നടുവീത്തെ 4 ലൈൻസ് കൊടുത്തിട്ട് നടുവീത്തെ 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നമുക്ക് ഇതിനെ പറയാം വെയിൻസ് എന്നാണ്. ഇതിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെന്ന് ഇത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് നോക്കാം, അടിയത്തെ ക്ലാസ് നോക്കാം. പിന്നെ വേറെ ഒന്നുമല്ല, ഈ ഒരു ഡിസൈനുകളൊക്കെ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം പറയുന്നത് കേട്ടോ. ഈ ഡിസൈൻ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ കർവ് വരച്ചില്ലേ, ആ കർവ് ലൈൻ എന്നാണ് അതിനെ പറയാം, ഒറ്റയാണത്. ഇത് നമുക്ക് ഇപ്പോൾ കർവ് ലൈൻ ഞാൻ പേരിട്ടിക്കണം. ഇങ്ങനെ കർവ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ചെറിയ വിരലില്ലേ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ 4 ലൈൻസ് കൊടുത്തിട്ട് നടുവത്ത് 2 ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണ പാറ്റേൺ താമരയാണ്. ഈ താമര വരക്കണതും ഞാൻ ഫ്ലവേഴ്സ് കുറച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോസ്. അതാരെങ്കിലും വേണമെങ്കിൽ അത് നോക്കാം. അതിൻ്റെ അടിയിൽ തന്നെ ക്ലാസ്സുകളുണ്ട്. പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ 14 ക്ലാസ് ആയിട്ടുണ്ട്, 14 വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ കൈയുടെ തമ്പ് ഭാഗത്ത് ഞാനൊരു ഡിസൈനും കൊടുക്കണില്ല, അങ്ങനെ ഒരു 4 ലൈൻസ് കൊടുത്തിട്ട് തിക്ക് ചെയ്ത് കൊടുക്കണം നടുവത്തെ ലൈൻസ്. അപ്പോൾ ഇനി ഇപ്പുറത്തെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വരച്ചൊരു പൂവില്ലേ, ആ പൂവും നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ആ ഒരു പാറ്റേണും ലീഫും സർക്കിളാണ് കേട്ടോ കൊടുക്കണത്. എന്നിട്ട് തിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അതൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ ഈ വിരലുള്ള കൊഴിഞ്ഞെടുക്കല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് പാറ്റേൺ കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു ഇത്തിരി ഭാഗത്ത് ഈ ഒരു ഗ്രിഡ്സ് കൊടുത്തിരുന്ന് ചെക്ക് പാറ്റേൺ കൊടുത്തതിന് ശേഷം ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു നേരത്തെ വരച്ചായ ഒരു ഗ്രിഡ്സ് തന്നെ ഇതിവിടെ കൊടുക്കുക. നമ്മൾ തമ്പ് ഭാഗത്ത് ഒരു ഡിസൈനും കൊടുക്കണില്ല. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല 4 ലൈൻ വരച്ചിട്ട് 2 ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.